ഒരു കാലത്ത് മലയാളത്തിലെയും തമിഴിലെയും തിരക്കേറിയ നായികാ നടിയായിരുന്നു അംബിക. തെന്നിന്ത്യയിൽ ഒട്ടാകെയായി നിരവധി സിനിമകൾ ചെയ്ത അംബികയുടെ കരിയറിൽ ഹിറ്റ് ചിത്രങ്ങൾ നിരവധിയാണ്. താരത്തിന്റെ ഇളയ സഹോദരിയാണ് നടി രാധ. അംബികയും രാധയും നിരവധി സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുമുണ്ട്. സിനിമയിലെ താരറാണിമാരായി തിളങ്ങി നിന്ന ഇരുവർക്കും കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളാണുള്ളത്. ഇപ്പോഴും അഭിനയ രംഗത്ത് തുടരുന്ന അംബിക ഇപ്പോഴിതാ തന്റെ അമ്മയുടെ പിറന്നാൾ ഗംഭീരമാക്കിയിരിക്കുകയാണ്. ഒപ്പം അനുജത്തി രാധയുമുണ്ട്. വീട്ടിലേക്ക് നിരവധി അതിഥികളെ ക്ഷണിച്ച് അവർക്ക് മുന്നിലേക്കാണ് അമ്മയെ എത്തിച്ചത്. പ്രായമേറെയായെങ്കിലും അതിന്റെ അവശതകൾക്കിടയിൽ വീൽചെയറിലാണ് അമ്മ ഇരിക്കുന്നത്. എങ്കിലും മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. സരസമ്മ എന്നാണ് അംബികയുടെയും രാധയുടെയും അമ്മയുടെ പേര്. വീൽചെയറിലിരിക്കുന്ന അമ്മയെ സാരിയൊക്കെ ഉടുപ്പിച്ച് സുന്ദരിയാക്കിയാണ് പിറന്നാൾ കേക്ക് മുറിക്കുവാൻ അതിഥികൾക്ക് മുന്നിലേക്ക് എത്തിച്ചത്. തുടർന്ന് മക്കളും മരുമക്കളും പേരക്കുട്ടികളുമെല്ലാം ചുറ്റും നിന്ന് ഹാപ്പി ബർത്ത്ഡേ പാടി കേക്ക് മുറിക്കുകയായിരുന്നു. എല്ലാവരും അമ്മയ്ക്ക് ചെറിയ മധുരം നൽകുകയും ചെയ്യുന്നത് വീഡിയോയിൽ കാണാം. അംബികയുടെ വീട്ടിലാണ് സരസമ്മയുള്ളത്. അനിയത്തി രാധയും മകളുമെല്ലാം പിറന്നാൾ ആഘോഷത്തിന് എത്തിയിരുന്നു. തുടർന്ന് ഹാളിലിരുന്ന് കേക്ക് കഴിക്കവേ അമ്മയോട് കേക്ക് വേണോ എന്ന് ചോദിക്കുന്നതും വേണ്ട എന്ന് തലയാട്ടി പറയുന്നതും കാണാം. എങ്കിലും ഒരു സ്പൂണിൽ ഇത്തിരി കേക്കെടുത്ത് രാധ അമ്മയ്ക്കരികിലേക്ക് നീട്ടുമ്പോൾ കഴിക്കാനായി വാ തുറക്കുന്നതും മധുരപ്രിയയായ അമ്മയുടെ പെരുമാറ്റം കണ്ട് അംബികയടക്കം ചിരിക്കുന്നതും വീഡിയോയിൽ കാണാം. ആ രസകരമായ വീഡിയോയാണ് ഇപ്പോൾ ആരാധകരും കാണുന്നത്. അമ്മയെ പൊന്നുപോലെ തന്നെയാണ് അംബികയും രാധയും നോക്കുന്നത്. പ്രായത്തിന്റെ അവശതകളുള്ള അമ്മയെ ഒരു കുഞ്ഞിനെ പോലെയാണ് ഇരുവരും പരിചരിക്കുന്നത്. തിരുവനന്തപുരം സ്വദേശിനിയാണ് അംബിക. അതുകൊണ്ട് തന്നെ തലസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ ഭൂസ്വത്തുക്കളായി അംബികയ്ക്ക് നിരവധിയുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടന്ന സ്ഥലത്തെ ഒരു പഴയ വീട് കണ്ട് ഇഷ്ടപ്പെട്ടപ്പോൾ പൊന്നും വില കൊടുത്ത് അംബിക ഇത് വാങ്ങുകയും ചെയ്തിരുന്നു. ഇത്തരം പഴയ മോഡൽ വീടുകൾ നശിച്ചു പോകുന്ന ഈ കാലത്ത് ഷൂട്ടിങ്ങുകൾക്കും മറ്റുമായി നൽകാനായിട്ടായിരുന്നു നടി ആ വീട് വാങ്ങിയത്. ഇപ്പോൾ നിരവധി സിനിമാ സീരിയൽ ഷൂട്ടിങ്ങുകൾക്ക് വ്യാപകമായി ഈ വീട് ഉപയോഗിച്ചു വരുന്നുണ്ട്. തമിഴ്, മലയാളം, തെലുങ്ക്, കന്നഡ ഭാഷകളിലായി 200-ലധികം ചിത്രങ്ങളിൽ അംബിക അഭിനയിച്ചിട്ടുണ്ട്. 1976 മുതൽ 89 വരെ തെന്നിന്ത്യൻ സിനിമയിലെ മികച്ച നടിയായിരുന്നു അംബിക. ഇതിൽ ഭൂരിഭാഗം ചിത്രങ്ങളും ഇന്നും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവയാണ്. 63-കാരിയായ അംബിക ബാലതാരമായാണ് അഭിനയിച്ചു തുടങ്ങിയത്. പിന്നീട് നായിക നടിയായി രണ്ടാം വരവ് നടത്തുകയായിരുന്നു. നടിയുടെ വ്യക്തിജീവിതം ഏറെ ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു. നായികയായി തെന്നിന്ത്യയിൽ തിരക്കിൽ നിൽക്കുമ്പോഴാണ് അംബിക വിവാഹിതയായത്. പ്രേംകുമാറിനെ വിവാഹം ചെയ്ത് അംബിക US-ൽ സ്ഥിരതാമസമാക്കി. ദമ്പതികൾക്ക് 2 ആൺമക്കളുണ്ട്. എന്നാൽ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് 96-ൽ ഇരുവരും വിവാഹമോചിതരായി. വിവാഹമോചനത്തിന് ശേഷം അംബിക വീണ്ടും അഭിനയത്തിലേക്ക് തിരിച്ചെത്തി. വിവാഹമോചന ശേഷം നടൻ രവികാന്തിനെ അംബിക വീണ്ടും വിവാഹം കഴിച്ചിരുന്നു. എങ്കിലും അതും വേർപിരിഞ്ഞു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.